തമിഴ്നാട് ബി.ജെ.പിയിൽ മാറ്റങ്ങൾ വരുന്നു എന്നറിയുന്നു. തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ അണ്ണാമലൈ മാറിയേക്കും. അണ്ണാ-ഡി.എം.കെ ബി.ജെ.പി സഖ്യ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് നീക്കം. ജാതി സമവാക്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചാണ് തീരുമാനമുണ്ടാവുക. കെ.ബി. ശ്രീധരൻ വിശദാംശങ്ങളുമായി ഒപ്പം ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. അണ്ണാമലൈ സ്ഥാനത്ത് നിന്ന് മാറുമെന്നാണല്ലോ കേൾക്കുന്നത്. പകരം എന്താണ് സംഭവിക്കുക? ആരാണ് വരിക? വിശദാംശങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും? മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഈ സമീപകാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ള പങ്ക് വഹിച്ച വ്യക്തിയാണ് കെ അണ്ണാമലൈ. ഏതായാലും അദ്ദേഹം ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനം 2023 അണ്ണാ-ഡി.എം.കെ ബി.ജെ.പി സഖ്യം തകരുന്നത്. അതിന് പ്രധാന കാരണം ജയലളിതയ്ക്കൊക്കെ എതിരെ അണ്ണാമലൈ നടത്തിയ ചില വിവാദ പരാമർശങ്ങളൊക്കെയായിരുന്നു. അണ്ണാമലയുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സഖ്യത്തിന് തകരാൻ കാരണമെന്ന് അണ്ണാ-ഡി.എം.കെ നേതാക്കളൊക്കെ അന്ന് പരസ്യമായി തന്നെ പ്രതികരിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ 2 വർഷത്തിന് ശേഷം വീണ്ടും 2026 വീണ്ടും തമിഴ്നാട് തെരഞ്ഞെടുപ്പിന് പോവുകയാണ്. 2023 2025 വീണ്ടും ഒരു സഖ്യത്തിനുള്ള സാധ്യതകൾ തേടുകയാണ് അണ്ണാ-ഡി.എം.കെയും ബി.ജെ.പിയും. 2 പാർട്ടികൾക്കും കാര്യമായിട്ടുള്ള വേരോട്ടം ഉണ്ടാക്കാൻ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ഒരു 5 വർഷമായി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു സഖ്യ ചർച്ചകൾ ഒക്കെ അതിനുള്ള വാതിലുകളൊക്കെ ഇപ്പോൾ തുറന്നിടുന്നത്. ഈ കൊങ്കുനാട് മേഖലയിൽ നിന്നുള്ള നേതാക്കളാണ് അണ്ണാമലയും അതുപോലെ തന്നെ അണ്ണാ-ഡി.എം.കെയുടെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയും. ഒരു മേഖലയിൽ നിന്ന് 2 നേതാക്കൾ വരുന്നത് ശരിയാവില്ല. അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് പെട്ട നേതാക്കളാണ് ഇരുവരും. അങ്ങനെ ഒരു ജാതി സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഈ തീരുമാനം. ഇതൊരിക്കലും ഒരു പണിഷ്മെന്റ് അല്ല എന്നുകൂടി ബി.ജെ.പി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. കെ അണ്ണാമലയ്ക്ക് നൽകാനുള്ള സാധ്യതയുണ്ടോ ശ്രീധരൻ? തീർച്ചയായിട്ടും കെ അണ്ണാമലയെ കൂടുതൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് പ്രധാനമായും നടത്തുന്നത്. അതായത് അണ്ണാമലയെ പോലുള്ള ഒരു ഫയർ ബ്രാൻഡിനെ ഇല്ലാതാക്കാൻ ബി.ജെ.പി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സാധ്യതകൾ നൽകുക, കൂടുതൽ സ്ഥാനങ്ങൾ നൽകുക തുടങ്ങിയവ പരിഗണനയിലാണ്. കഴിഞ്ഞ ദിവസം എടപ്പാടി പളനിസ്വാമി ഈ അമിത്ഷായെ കണ്ടിരുന്നു. അതിന് മുന്നോടിയായി കെ അണ്ണാമലയും അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സഖ്യ ചർച്ചകളൊക്കെ വീണ്ടും സജീവമാകുന്നത്. ഏതായാലും ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി.ജെ.പിയുടെ മുഖമായി ഫയർ ബ്രാൻഡായിട്ട് ഉയർന്നു വന്ന ഒരു നേതാവിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് മാറ്റുന്നത് അത് ഒരുപക്ഷെ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ബി.ജെ.പിക്ക് ആശങ്കയുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്നുള്ളൊരു വിശദീകരണം തന്നെയാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നൽകുന്നത്. പകരം ആ സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ളത് കൂടി നിർണായകമാണ്. നേരത്തെ എൽമുരുകനൊക്കെ അഭസ്ഥാനത്തുണ്ടായിരുന്നു. പല നേതാക്കളും ഈ അണ്ണാമലയോട് പിണങ്ങി പാർട്ടി വിടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. എന്നാൽ പോലും പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനം കൂട്ടുന്നതിന് അണ്ണാമലയെ കാരണമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തമിഴ്നാട് മൊത്തമുള്ള ഒരു പദയാത്രയ്ക്ക് കാരണമായിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ ഒരു പ്രതിപക്ഷ മുഖമായി ഉയരാനൊക്കെ അണ്ണാമലയ്ക്ക് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും അണ്ണാമലയെ പടിയിറങ്ങുമ്പോൾ ആരാ സ്ഥാനത്ത് വരും എന്നുള്ളതും നിർണായകമാണ്. പ്രത്യേകിച്ച് 2026 തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ടി.വി.കെ നടൻ വിജയുടെ പാർട്ടി വരുന്നു. ഒരു വശത്ത് ഡി.എം.കെ നിൽക്കുന്നു, മറുവശത്ത് എൻ.ഡി.എ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടി തന്നെയാണ് ഇപ്പോൾ ഈ അണ്ണാ-ഡി.എം.കെയുമായി അഴിച്ചുപണി കുറച്ചുകൂടി ശക്തമാക്കി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ബി.ജെ.പി എന്ന് മനസ്സിലാക്കുന്നു.